ഹായ് ഡിയേഴ്സ്, എല്ലാവരും എന്നെ പറയുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ തമ്പനെയിലിൽ കണ്ട പോലെ യോക്കിൽ വരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ അല്ല, ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യോക്കിൻ്റെ അവിടെ നിന്ന് താഴേന്ന് മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിക്കാണ് വരച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വരച്ചേക്കുന്നതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ തമ്പനെയിലിൽ കണ്ടപ്പോൾ നമ്മുടെ ലീഫ് എക്സ്റ്റൻഷനിലും ഒരു സ്റ്റെമ്മിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എന്നോട് ഒരു ഫാമിലി മെമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിസൈൻ പാറ്റേൺസ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നും കൂടെ കാണിച്ചു തരണമെന്ന്. അപ്പോൾ ഇത് ഞാൻ മുമ്പേ ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും അത് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഗോൾഡൻ കട്ട് ബീഡ്സും നോർമൽ നീഡിൽ നമ്പർ 10 മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ് വരുന്നത് ഇതുപോലെ നമുക്ക് താഴേന്ന് തുടങ്ങാം. നമുക്കിത് രണ്ട് രീതിക്ക് ചെയ്തെടുക്കാം. നമുക്കൊന്നെങ്കിൽ ബീഡ്സ് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പോലെ 5 ബീഡ്സ് വെച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 5 ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ സൂട്ടബിൾ അല്ലെങ്കിൽ താല്പര്യം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് സ്റ്റെം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ചെയ്തിരുന്ന വീഡിയോയിൽ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. സ്റ്റെം ചെയ്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ലീഫും കൂടെ ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ലീഫിന് എക്സ്റ്റൻഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതായത് ലീഫിൻ്റെ അവിടെ നിന്ന് സ്റ്റെം കഴിഞ്ഞ് ലീഫ് ആ ഒരു രീതിക്കാണെങ്കിൽ, അതായത് നിങ്ങൾ ആ പാറ്റേൺ, അതായത് നമ്മുടെ തമ്പനെയിലിൽ വന്നേക്കുന്ന ആ ഫോട്ടോ, ആ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ആ പോലെ ചെയ്യാനാണ് നിങ്ങളും താല്പര്യപ്പെടുന്നെങ്കിൽ ആ ഒരു രീതിക്ക് ചെറിയതായിട്ട് 2-3 ബീഡ് വെച്ച് സ്റ്റെം ചെയ്തിട്ട് ലീഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു രീതി ഇതിനകത്ത് കാണിക്കണില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനല്ലേ. നമ്മൾ അതുപോലെ പല വീഡിയോകളിലും ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ്. ചെറിയൊരു ഡിഫറൻസ് നമ്മൾ പാറ്റേണിൽ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു രീതിക്കാണ് ഇതിപ്പം ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ 5 ബീഡ്സ് വെച്ച് കൊടുത്തതിന് ശേഷം 2 ബീഡ്സിൻ്റെ പുറകിൽ നിന്ന് കുത്തിയെടുത്തിട്ട് വീണ്ടും ആ 2 ബീഡിനുള്ളിലൂടെ ഈ ഒരു നമ്മുടെ സൂചി കടത്തിയെടുത്ത് ലോക്ക് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സമയം ലാഭിക്കാനായിട്ട് പറ്റും. ബാക്ക് സ്റ്റിച്ച് ആണെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഏത് രീതിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അതുപോലെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് പലരും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്. അതെനിക്ക് ഒരുപാട് സന്തോഷമായുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന രീതിയല്ലേ നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ലീഫ് നമ്മൾ ഈ ഒപ്പം തന്നെ ചെയ്തു പോവുകയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് 3 ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ലീഫ് പാറ്റേൺസ് ചെയ്യണത്. അപ്പോൾ ഈ രീതി അല്ലാതെ വേറെ രീതിയിൽ ലീഫ് ചെയ്യുന്ന പാറ്റേൺസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വേറെയുള്ള വീഡിയോസിൽ ചെയ്യുമ്പോൾ കാണിച്ച് തരുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ബീഡ്സ് കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഫ് പാറ്റേൺ തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓരോ ബീഡ് വെച്ച് മാത്രമല്ലാതെ കൂടുതൽ ബീഡ്സ്, അതായത് 2-3 ബീഡ്സ് വെച്ചിട്ടും ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അത് നമ്മളിപ്പോൾ ഓരോ രീതി ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എങ്ങനെ വഴങ്ങുന്നോ അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിയായിരിക്കും നമ്മൾ കൂടുതൽ പേര് ഫോളോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് ഇതൊന്ന് ഫുൾ പാറ്റേൺസും കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ചെയ്തവർ തീർച്ചയായിട്ടും ഫോട്ടോസ് അയച്ചു തരിക, ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റും 2 കുഞ്ഞു മക്കൾക്ക് വേണ്ടി നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ചെയ്ത ഡിസൈൻസ് കാണിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അറിയാൻ മേലാത്തവർക്കും അല്ലെങ്കിൽ ഇത് പോയി പഠിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തവർക്കും എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതികൾ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വീഡിയോസിലൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ ആദ്യമേ ചെയ്യുമ്പോൾ ഫെയർ ക്ലോത്തിൽ ചെയ്യാണ്ട് റഫ് ക്ലോത്തിൽ ചെയ്ത് നോക്കി വീണ്ടും നമ്മൾ ഫെയറിലേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം കാശ് മുടക്കി ഈ ഒരു രീതിയിലുള്ള ഡ്രസ്സസ് വാങ്ങിച്ചിടാൻ പറ്റാത്തവർ ഒരുപാട് പേരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ആ ഒരു ആരി വർക്ക് ചെയ്ത് മേടിക്കുന്നതിൻ്റെ അത്ര പെർഫെക്ഷൻ ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ഈ ഡ്രസ്സ് ഇടുമ്പോൾ അല്ലേ. തന്നെ ചെയ്തിടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ടാവില്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സിലെല്ലാം സ്വന്തമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ഡ്രസ്സ് ചെയ്തേക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഒരെണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ ചെയ്തെടുത്തേക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് ലീഫ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പാറ്റേണിൻ്റെ അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഓരോ ഡിസൈൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിക്ക് നിങ്ങളുടെ യോക്കിലേക്ക് എത്രയാണോ വേണ്ടി വരുന്നത് ആ ഒരു രീതിക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഔട്ട്ലുക്ക് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കുഞ്ഞുമക്കൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഡിസൈൻ. നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഇനി നല്ല വീഡിയോസ് ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.